വാർത്തകൾ തുടരുന്നു. ബദർ യുദ്ധത്തിന്റെ സ്മരണ പുതുക്കി മുസ്ലിം വിശ്വാസികൾ ബദർ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഭക്ഷണ വിതരണവും നടന്നു. ചന്ദ്രാപിന്നി ചിറക്കൽ മഹലിൽ SYS SSF കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ അരിവിതരണം നടത്തി. പ്രാർത്ഥനയ്ക്കും അരിവിതരണത്തിനും മഹൽ ഖത്തീബ് അബ്ദുസമദ് സഖാഫി നേതൃത്വം നൽകി. മഹലിലെ 400 കുടുംബങ്ങൾക്ക് അരിയും മാംസവും വിതരണം ചെയ്തു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദിൽ നടന്ന ബദർ ദിനാചരണത്തിന്റെ ഭാഗമായി മൗലിദ് പാരായണം, അന്നദാനം എന്നിവ നടന്നു. മഹല്ല് ഖത്തീബുമാരായ KSIK തങ്ങൾ, അബൂബക്കർ സഅദി എന്നിവർ മൗലിദിന് നേതൃത്വം നൽകി. ഭക്ഷണ വിതരണത്തിന് മഹല്ല് പ്രസിഡന്റ് യൂസഫ് ഹാജി, മദ്രസ പ്രസിഡന്റ് KM അബ്ദുറഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. മഹലിലെ 1200ഓളം കുടുംബങ്ങൾക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. കാക്കാതിരുത്തി ബദർ പള്ളി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബദർ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന മൗലിദിന് മഹല്ല് ഖത്തീബ് ഇസ്ഹാഖ് നിസാമി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് ഹസൻ കുഞ്ഞി ഹാജി ഭക്ഷണ വിതരണം നടത്തി. وإلى حضرات الروح سائد أهل الخير والصلاح كلهم ومن انتفعنا بعلومهم وبمصنفاتهم ومن زرناهم في حياتنا ومن കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന മൗലിദ് പാരായണത്തിനും ഭക്ഷണ വിതരണത്തിനും അബ്ദുൽ ഖബീർ ബാഖവി നേതൃത്വം നൽകി. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സൽക്കരമായ ഇതിനൊക്കെ നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാവണം. ആരൊക്കെ സഹകരിച്ചോ സഹായിച്ചവർക്കൊക്കെ ദുനിയാവിലും അല്ലാഹു ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാവണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചാമക്കാല സലാമത്തുൽ മുസ്ലിമീൻ പള്ളിയും ദാറുൽ അമാൻ മദ്രസ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മൗലിദ് പാരായണവും അന്നദാനവും നടത്തി. ആണ്ട് നേർച്ചയ്ക്ക് മുസ്തഫ റഹ്മാനി നേതൃത്വം നൽകി. പ്രസിഡന്റ് PM അബ്ദു, സെക്രട്ടറി PM നസീർ, ട്രഷറർ PI നിസാർ എന്നിവർ നേതൃത്വം നൽകി. കൃഷിവകുപ്പിന്റെ ഹൈടെക് ഗ്രീൻ ഹൌസ് തളിക്കുളത്ത് ആരംഭിച്ചു. തളിക്കുളം പുത്തൻതോടിന് പടിഞ്ഞാറ് വശം നന്മ ഗാർഡനിലാണ് ഗ്രീൻ ഹൌസ് നിർമ്മിച്ചിട്ടുള്ളത്. MLA മാരായ ഗീതാ ഗോപിയും TN പ്രതാപനും ചേർന്ന് ഗ്രീൻ ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സത്യസന്ധമായി കണ്ട കാര്യങ്ങൾ തുറന്നു പറയാണ്. ഞാൻ ആദ്യമായി ഈ പ്രൊസഷൻ ഫാമിങ്ങിലൂടെ വിത്ത് ഇട്ടത് രാജേട്ടന്റെ ഫാമിലാണ്. താന്യം പഞ്ചായത്തിലെ ചെമ്മാപ്പുളിയിലെ അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന്റെ സ്ഥലത്തും അതുപോലെ തന്നെ LIT ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട വിജയേട്ടന്റെ സ്ഥലത്തും ഈ ഹൈടെക് ഫാമിലൂടെ വിത്തിട്ടത് ഞാൻ ആദ്യമായിട്ട് അവിടെയാണ്. അന്ന് കുക്കമ്പറിനെയാണ് ഞങ്ങൾ വിത്തിട്ടത്. ആ വിത്തിടുമ്പോൾ തന്നെ വളരെയധികം കൃഷിക്കാരുടെയും അവിടുത്തെ ജനപ്രതിനിധികളുടെയും എല്ലാവർക്കും മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇത് ഉണ്ടാവോ ഇല്ലെന്ന്. പക്ഷെ രാജേട്ടൻ എന്ന് പറയുന്ന വ്യക്തി വളരെ കർശനമായ ആ ഫാമിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്, ഇത് വിത്ത് വിതച്ചു, ഈ വിത്ത് മുളച്ചു വന്നതിന് ശേഷം അതിന്റെ വിളവെടുക്കാനും MLA വരണം എന്ന് പറയുന്നത്. എന്തോ ദൈവാധീനത്താൽ എനിക്കതിന് അവസരം കിട്ടി. വിളവെടുക്കുന്ന സമയത്ത് ഞാൻ പോലും അതിശയിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജോസ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, കൃഷി ഓഫീസർ VS പ്രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ഗീതാ വിനോദൻ, ബാബു വല്ലത്ത് എന്നിവർ സംസാരിച്ചു. നാട്ടിക സൗത്ത് SNDP LP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറിന്റെയും ഉദ്ഘാടനവും ചികിത്സാ സഹായ ഫണ്ട് കൈമാറലും നടന്നു. ഗീതാ ഗോപി MLA ഉദ്ഘാടനം നിർവഹിച്ചു. 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നമ്മൾ കമ്പ്യൂട്ടറുകൾ അപേക്ഷിച്ച മുഴുവൻ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് നമ്മൾ നൽകാൻ സർക്കാരിന്റെ പ്രത്യേക തീരുമാനപ്രകാരമാണ് MLA-മാർക്ക് ഈ ഒരു സഹായം സ്കൂളുകൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നൽകാൻ അവസരം ലഭിച്ചത്. പ്രിയപ്പെട്ട അധ്യാപകരുടെ ശ്രദ്ധയിലേക്ക്, കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് നിങ്ങൾ നിയോഗിച്ച ടീച്ചർ
കൃത്യമായി ഈ കമ്പ്യൂട്ടർ പഠിപ്പിച്ചതിന് ശേഷം, പഠിപ്പിക്കാൻ സമയം കൊടുത്തതിന് ശേഷം അത് സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൃത്യമായി എടുക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട എച്ച്എം ഉൾപ്പെടെ എനിക്ക് പറയാനുള്ളത്. അമ്മാടം സ്കൂളിൽ ഞങ്ങൾ കണ്ടൊരു സംഗതി, സർക്കാരിന്റെ കാശ് എന്ത് തന്നെയായാലും ഒരു പൊതുജന ഫണ്ട് തന്നെയാണ്. ഈ സർക്കാർ ഫണ്ട് നമ്മൾ കൃത്യമായി സ്കൂളുകൾക്ക് വിവിധ ഉപകരണങ്ങൾ നൽകാൻ അനുവദിച്ചാൽ അത് അവർക്ക് നേരിട്ട് കൈമാറിയാൽ അതിന്റെ എല്ലാ നേതൃത്വവും അതിന്റെ എല്ലാ സൂക്ഷിപ്പും നിങ്ങളിലാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, ശ്രീദേവി മാധവൻ, ടി പി സിന്ധു ടീച്ചർ, പി എ വിജയൻ, സായ ടീച്ചർ, ജയൻ ബോസ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണം പ്രശ്നോത്തരിയും ദശപുഷ്പങ്ങളുടെ പ്രദർശനവും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. പ്രിൻസിപ്പൽ പി കെ ചന്ദ്രിക, രാധാകൃഷ്ണൻ പൊറ്റക്കൽ, കെ ബി ബീന, എം ഡി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രശ്നോത്തരിയിൽ എ യു ഐശ്വര്യ, ഇ എസ് ശ്രീലക്ഷ്മി, എ എസ് സോന, എ എസ് അഭിരാമി എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി. ISM കൊപ്രക്കളം ശാഖ സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണം കൊപ്രക്കളം മസ്ജിദുൽ മുജാഹിദിനിൽ വച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് സാലിഷ് വാടാനപ്പള്ളി പ്രവാചകന്മാരുടെ പാത എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിൽ വ്യാപക നാശനഷ്ടം. 3 വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി ഫലവൃക്ഷങ്ങൾ ഒടിഞ്ഞു വീണു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് BMSന്റെ നേതൃത്വത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബദർ യുദ്ധത്തിന്റെ സ്മരണ പുതുക്കി മുസ്ലിം വിശ്വാസികൾ ബദർ ദിനം ആചരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.